ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ പാക്കും ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ തന്നെയാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ തന്നെ കുറയുന്നതാണ്. അതുകൂടാതെ പുതിയ മുടി വരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും പിന്നെ മുടിക്ക് കറുപ്പ് നിറം കുറവായവർക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറിയിട്ട് മുടി നല്ല അടിപൊളിയായിട്ട് വളരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു ചായ തന്നെയാണ്. ചായപ്പൊടിയിൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഒരു 2 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടി യൂസ് ചെയ്ത ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ വ്യത്യാസം അറിയാൻ പറ്റും. ഉലുവയാണെങ്കിൽ പുതിയ മുടികളൊക്കെ ഉണ്ടായി വരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും പിന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളം ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാതിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള 1 കപ്പ് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതുവരെ നല്ല രീതിയിൽ തിളയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചായ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ തിളച്ചു. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തുറന്ന് വയ്ക്കരുത്. തുറന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ആവിയിൽ നഷ്ടമായിപ്പോവും. അതുകൊണ്ട് മൂടി വെച്ചിട്ട് മാത്രം ഇത് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ ചായയൊക്കെ ഇതാ ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 1 കപ്പ് വെള്ളമൊക്കെ 1/2 കപ്പ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വെള്ളം ബാക്കി വന്നാൽ അത് കളയേണ്ട ആവശ്യമില്ല. ഒരു മൂടിയുള്ള ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് പിറ്റേന്നത്തേക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക കേട്ടോ. യൂസ് ചെയ്യുന്നതിൻ്റെ കുറേ മുന്നേ ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൻ്റെ തണുപ്പൊക്കെ പോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മളിത് തിളപ്പിക്കുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു ഗ്രാമ്പു ഇങ്ങനെ കുത്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചതച്ചിട്ട് കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ ഒരുപാട് സമയം വെച്ചിരിക്കുകയും വേണ്ട. മാക്സിമം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. വേണ്ടിയിട്ടുള്ളത് മാത്രം അരിച്ചെടുത്തു. ബാക്കിയുള്ളത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കിത് ഒരിക്കലും ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്നാൽ മുടി ഒരിക്കലും ഡ്രൈ ആയി പോവില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഹെയർ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് മെയിനായിട്ടും ഇത് സ്കാൽപ്പിലേക്കാണ് നല്ല രീതിയിലാവേണ്ടത്. ഒരുപാടായിട്ട് ഒലിച്ചിറങ്ങുന്ന രീതിയിലൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. നിങ്ങളുടെ സ്കാൽപ്പിൽ നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പം ആയിന്ന് നല്ല രീതിയിൽ തോന്നുന്ന വിധത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം. ഒരു 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച ശേഷം നിങ്ങളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ അത്രയും സമയം വെച്ചിരിക്കാൻ പറ്റാത്തവർ ചുരുങ്ങിയതൊരു 10-15 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. സോപ്പ്, ഷാമ്പു ഇത് രണ്ടും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടും വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. മുടി കൊഴിച്ചിലും താരനും ഒക്കെ പെട്ടെന്ന് മാറിയിട്ട് മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും നല്ല കറുപ്പ് കിട്ടാനും നീളം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഹെയർ പാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്